മിണ്ടാതിരിക്കുന്ന അഞ്ജലിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ശിവ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു. അവൻ്റെ ദേഹത്ത് വീഴുമ്പോഴെല്ലാം അഞ്ജലി ഒന്നും മിണ്ടാതിരുന്നു. എന്നെ എൻ്റെ വീട്ടിലാക്കിയാൽ മതി. ആക്കാം, പക്ഷെ ഒരു കടവുണ്ട്, അത് വീട്ടിയിട്ട്. അഞ്ജലി മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി. ശിവ മീശ പിരിച്ചുകൊണ്ട് ഇളം ചിരിയോടെയിരുന്നു. നിന്റെ അന്നത്തെ പെർഫോമൻസിനുള്ള ഓസ്കാർ മേടിച്ചിട്ട് നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതും അഞ്ജലിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞുപോയി. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ അവനെ ഒന്ന് നോക്കി. കണ്ണാടിയിൽ കൂടെ ശിവ അവളെ നോക്കി സൈറ്റ് അടിച്ചതും അഞ്ജലിയുടെ ചുണ്ടിൽ ചിരി തെളിഞ്ഞു. നീ ഒന്നും കഴിച്ചില്ലല്ലോ? എനിക്കൊന്നും വേണ്ട. വേണോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ഒരു ചെറിയ ഹോട്ടലിന് മുന്നിൽ ശിവ ബൈക്ക് നിർത്തി. അഞ്ജലിയെയും കൊണ്ട് അവിടെ കയറിയതും അവിടെയുള്ള ആളുകളെല്ലാം ശിവയെ കണ്ട് വേഗം എഴുന്നേറ്റു. അവൻ അവരോടെല്ലാം ഇരിക്കാൻ പറഞ്ഞ അഞ്ജലി ഒരു ഭാഗത്തിരുത്തി കടക്കാരനോട് എന്തൊക്കെയോ സംസാരിച്ചു. ശിവയെ കണ്ട ആളുകൾ ബഹുമാനിക്കുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു അഞ്ജലി. ശിവയെ പോലെ ഒരാളെ ബഹുമാനിക്കണമെങ്കിൽ പേടി കൊണ്ടായിരിക്കുമെന്ന് അഞ്ജലി ഊഹിച്ചു. മാറി നിന്ന് സംസാരിക്കുന്ന ശിവയെ തന്നെ നോക്കി അഞ്ജലി താടിക്ക് കൈകൊത്തിയിരുന്നു. ശിവയുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന ചെറിയ മുടിയിൽ കാറ്റിൽ പാറുന്നത് നോക്കി അഞ്ജലി അങ്ങനെ ഇരുന്നു. അവൻ്റെ സംസാരവും ചെറിയ ചിരിയും നോട്ടവും എല്ലാം നോക്കി അഞ്ജലി സ്വയം മറന്നിരുന്നു പോയി. അവനെ കാണുമ്പോൾ ഹൃദയം മിടിക്കുന്നത് പോലും അവന് വേണ്ടിയാണെന്ന് തോന്നി അവൾക്ക്. പ്രണയമൊളിപ്പിച്ച മിഴികളോടെ ചുണ്ടിലിളം ചിരിയോടെ അവൾ അവനെ മാത്രം നോക്കിയിരുന്നു. കയ്യിൽ 2 പ്ലേറ്റ് എടുത്ത് അഞ്ജലിയുടെ അരികിൽ വന്നിരുന്നു. സ്വന്തം കെട്ടിയോണെയാണോടി ഇങ്ങനെ വായി നോക്കുന്നേ? താൻ നോക്കിയത് ശിവ കണ്ടെന്ന് മനസ്സിലായതും അഞ്ജലി ചമ്മിയ മുഖത്തോടെ വേഗം മുഖം തിരിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പോകാൻ ഇറങ്ങാൻ നേരമാണ് അഞ്ജലി ശിവയുടെ കയ്യിൽ പിടിച്ചത്. എൻ്റെ ഡ്രസ്സൊന്നും അവിടെയില്ലല്ലോ, എനിക്ക് ഫ്രഷ് ആവാൻ. അതിന് നിനക്കിന്ന് ഡ്രസ്സ് വേണ്ടല്ലോ. ശിവ എടുത്തടിച്ചതുപോലെ മറുപടി നൽകിയതും അഞ്ജലി അവനെ തുറിച്ചു നോക്കി. ശിവ ബൈക്കിലിരുന്ന് അവളെ നോക്കി ചിരിച്ചു. വീട്ടിലെത്തിയതും അഞ്ജലി ഇറങ്ങി പരുങ്ങി നിന്നു. ശിവ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടികൾ കയറാൻ തുടങ്ങി. അവൾക്ക് ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നത് ശിവ ശ്രദ്ധിച്ചിരുന്നു. വാതിൽക്കലെത്തിയതും അകത്തു കയറാതെ അഞ്ജലി ശിവയെ ഒന്ന് നോക്കി. ശിവ പുരിക ഉയർത്തി അവളെ എന്താ എന്ന ഭാവത്തോടെ നോക്കി. എന്താടി നിനക്കൊരു പരുങ്ങൽ? അഞ്ജലി ചുമൽ കൂച്ചി ഒന്നുമില്ലെന്ന് കാണിച്ചു. അകത്തു കയറിയാൽ എന്തായാലും ശിവ തന്നെ വിടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൻ്റെ പ്രണയം കൊതിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അതെല്ലാം ഓർത്ത് നാണവും പേടിയും ഉണ്ടായിരുന്നു. നീ ഇപ്പം മനസ്സിൽ കരുതുന്നത് എന്തായാലും അത് നടക്കില്ല എലിക്കുട്ടി. ഈ പുലിക്കുട്ടി നിന്നെ വിടില്ല. റൗഡി, അതെ എനിക്ക് വെറുതെ വിക്ക് കളിച്ച് നിൽക്കണ്ട. നീ ആദ്യം അകത്ത് കയറ്. ശിവ വാതിൽ തുറന്ന് അകത്തു കയറി. അഞ്ജലി മെല്ലെ ചുവടുകൾ വെച്ചു. ശിവ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ഷോൾ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അവൻ ദേഷ്യത്തിൽ അഞ്ജലിയുടെ അടുത്ത് വന്ന് അവൾക്ക് മുന്നിൽ നിന്നു. നിന്റെ പേടി കണ്ടാ തോന്നും ആദ്യമായിട്ടാണ് വരുന്നതെന്ന്. എന്നെന്തെങ്കിലും ചെയ്യുമോ? എൻ്റെ എലിക്കുട്ടിയെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോടി? ശിവ പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ കോരിയെടുത്തു. അഞ്ജലി അവളെ തന്നെ നോക്കി. ശിവ അവളെയും കൊണ്ട് മുറിയിലേക്ക് കയറി. അവളെ താഴെ ഇറക്കി വാതിലടക്കാൻ വേണ്ടി ശിവ പോയതും അഞ്ജലിയുടെ കണ്ണുകൾ ബെഡിലുള്ള കവറിലേക്ക് നീണ്ടു. അവൾ അതിലൊന്നിലും തുറന്നു നോക്കി. അവൾക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അഞ്ജലി കണ്ണും മിഴിച്ചെല്ലാം നോക്കി നിൽക്കുമ്പോഴാണ് ശിവ അവളെ പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചത്. അഞ്ജലി പെട്ടെന്നൊന്ന് ഞെട്ടി. പിന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു. നിനക്കിഷ്ടാവോ അറിയില്ല, എനിക്ക് തോന്നിയതെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ വാങ്ങി? രാത്രി നീ ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല, അതുകൊണ്ട് നിനക്ക് വേണ്ടതെല്ലാം വാങ്ങി രാവിലെ അങ്ങോട്ട് പോന്നു. അഞ്ജലി തിരിഞ്ഞു നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു വെച്ചു. എന്തിനാ പപ്പ നിന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒരു കൊട്ടേഷൻ തരാൻ. അഞ്ജലി ഞെട്ടലോട് അവനെ ഉറ്റുനോക്കി. ശിവ അവളുടെ മുടി മാതി ഒതുക്കിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. ആർക്ക് കൊട്ടേഷൻ? അതറിയില്ല, നിന്റെ പപ്പയെ ആരോ ചതിച്ചു. അവനിട്ടൊരു ഉഗ്രം പണി കൊടുക്കാൻ പറഞ്ഞു എന്നോട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? പൈസ കിട്ടിയാൽ ഞാൻ ചെയ്യും, എൻ്റെ ജോലി അതല്ലേ. എന്നിട്ട് എൻ്റെ കല്യാണക്കാരൻ പറഞ്ഞപ്പോൾ നീ എന്തോന്നും മിണ്ടാതിരുന്നത്? പപ്പയോട് നമ്മുടെ വിവാഹം കഴിഞ്ഞത് പറഞ്ഞുകൂടായിരുന്നോ?
സമയമായിട്ടില്ല, പറയാം. എപ്പോ? പപ്പ എല്ലാം തീരുമാനിച്ചു. കല്യാണം ഉറപ്പിച്ചെല്ലാം കഴിഞ്ഞു പറഞ്ഞ പപ്പയ്ക്ക് ഇനിയും എന്തെങ്കിലും? അവൾ ഉള്ളിലെ ടെൻഷനെല്ലാം അവനോട് പറയാൻ തുടങ്ങിയതും ശിവ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടല്ലേ എന്ന് കാണിച്ചു. നീ എൻ്റെ പെണ്ണാണ്. ഞാനല്ലാതെ ഒരുത്തൻ നിന്നെ നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ ടെൻഷനാവുന്നേ? പക്ഷേ ഒരു പക്ഷേയുമില്ല. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടക്കട്ടെ, അന്ന് നീ എല്ലാം അറിയും. അപ്പോൾ എന്നോട് എന്തൊക്കെയോ മറക്കുന്നുണ്ടല്ലേ? എന്തൊക്കെയോ ഒന്നുമില്ല, ഒരു കാര്യമുണ്ട്. അത് നിന്നോട് ഇപ്പം തന്നെ പറഞ്ഞാൽ നിന്റെ ബോധം പോകും. എല്ലാം നീ അന്നറിഞ്ഞാൽ മതി. അവളെ ഒരുവിധം സമാധാനപ്പെടുത്തി ശിവ അവളിലേക്ക് അടുത്തതും അഞ്ജലി വേഗം പുറകിലേക്ക് നീങ്ങി നിന്നു. എന്നാലേ റൗഡി വിചാരിച്ചതും അന്നു മതി. അഞ്ജലി ബെഡിൽ നിന്നും ഒരു ടോപ്പും ലെഗിൻസും എടുത്തുകൊണ്ട് അവനെ നോക്കി ചുണ്ടുകൂട്ടി കുളിക്കാൻ വേണ്ടി പോയി. ശിവ ബെഡിൽ മലർന്നു കിടന്ന് ഫോണെടുത്ത് ഡാനിയെ വിളിച്ചു. എന്താടാ? സംശയം വല്ലതുമാണെങ്കിൽ എനിക്ക് പരിചയമില്ല. എടുത്തപാടെ ഡാനിയുടെ കളിയാക്കൽ കേട്ട് ശിവയ്ക്ക് ദേഷ്യം വന്നു. ഡാ കോപ്പേ, അയ്യോ വേണ്ട, നീ കാര്യം പറ. നീ നിന്റെ മേലൊരു കണ്ണു വേണം. നമ്മുടെ ചെക്കന്മാരെ ആരെങ്കിലും വിട്ടാൽ മതി. അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ടു. അവൻ നമ്മുടെ നിരീക്ഷണത്തിലാണ്. എന്നാൽ ശരി. അല്ല, എവിടം വരെ എത്തി കാര്യങ്ങൾ? നിനക്ക് നല്ല ശുഷ്കാന്തിയാണല്ലോ. നീ അവിടെ ഒരുത്തിയില്ലേ, അവളെ പോയി വായി നോക്ക്. എടാ, അവൾ ആലുവ മലപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലുമില്ല. ഞാൻ എങ്ങനെ അവളെ വളക്കാനാ? നിന്റെ അടവ് വല്ലതും പുറത്തെടുത്തോ? വേണ്ടി വരും. ഡാനി പറഞ്ഞത് കേട്ട് ശിവ ചിരിയോടെ ഫോൺ വെച്ചു. അവൻ എഴുന്നേറ്റ് മുറിയിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് അഞ്ജലി കുളി കഴിഞ്ഞിറങ്ങി വന്നത്. ശിവയെ കണ്ടതും അഞ്ജലി ഒന്ന് പതുങ്ങി. അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ മുടിയിലെ വെള്ളം തോർത്തിക്കൊണ്ട് മുറിയിലേക്ക് പോയി. ശിവ അവൾക്ക് പുറകിൽ പോവാൻ നിന്നതും അഞ്ജലി തിരിഞ്ഞുകൊണ്ടിട്ട് അവൾ അവന് നേരെ എറിഞ്ഞു. പോയി കുളിച്ചിട്ട് വാ. ഞാൻ രാവിലെ കുളിച്ചതാണെടി. അത് കുഴപ്പമില്ല. ഒരു വട്ടം കൂടെ കുളിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പവും വരില്ല. എന്നെ ഒഴിവാക്കാനുള്ള അടവല്ലേ നമ്പ്യാരുടെ മോളെ ഇത്. നീ എവിടെ പോയി ഒളിച്ചാലും ശിവ നിന്നെ വിടില്ല. അവൻ അവളെ പിടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയതും അഞ്ജലി വേഗം പുറകിലേക്ക് മാറി ബെഡിൻ്റെ മറു സൈഡിൽ പോയി നിന്നു. ശിവ അവളുടെ അടുത്തേക്ക് ചുവട് വയ്ക്കും തോറും അഞ്ജലിയുടെ ഹൃദയം പടപെടാമിടിച്ചു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പബ്ലിക്കായി എന്നെ ഉമ്മ വെച്ചിട്ട് എന്നെ കിട്ടിയില്ലെങ്കിൽ ജീവൻ കളയുമെന്ന് പറഞ്ഞ നീയാണ് ഇപ്പോൾ ഇങ്ങനെ പേടിച്ച് മാറുന്നേ. അന്നൊക്കെ നിനക്ക് ഡീസൻ്റ് മുഖമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല റൗഡി. ഈ മുഖം നിനക്ക് മാത്രം കാണാനുള്ളതല്ലേ ഡി. പറഞ്ഞു തീർന്നതും അവൻ അവളുടെ അരികിലെത്തിയിരുന്നു. അഞ്ജലി അവനെ നോക്കാതെ വേഗം തിരിഞ്ഞു നിന്നു. ശിവ അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖമുയർത്തി. അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ കണ്ണിലും മൂക്കിലുമെല്ലാം അവൻ്റെ അതിരങ്ങൾ ഒഴുകി നടന്നു. ഒടുവിൽ അത് അവളുടെ ചുണ്ടുകളെ പൊതിയാൻ നിന്നതും അഞ്ജലി അവൻ്റെ വാപൊത്തി പിടിച്ചു. ഞാൻ ഇപ്പോൾ വരാം. അഞ്ജലി അവനെ മാറ്റി നിർത്തി മുറിയിൽ നിന്നും പോയി. ശിവ അവളെ നോക്കി പോയതും അഞ്ജലി മേശയിലെ സിന്ദൂര ചെപ്പിൽ നിന്നും നെറ്റിയിൽ സിന്ദൂരം ചാർത്തുവായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് ചുമരിൽ ചാരി നിന്നു. അഞ്ജലി അവൻ്റെ അടുത്ത് വന്നു. നിന്റെ താലിയും സിന്ദൂരവും ഇട്ട് വേണം ഞാൻ നിന്റെ സ്വന്തമാവാൻ. ശിവ അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ബെഡിൽ കിടത്തി. അവളെ തിരിഞ്ഞു മാറാൻ പോലും സമ്മതിക്കാതെ അവൻ അവളുടെ മുകളിൽ അമർന്നു. അവൻ്റെ പ്രണയം കത്തുന്ന മിഴികളിൽ നിന്ന് ഓട്ടം നേരിടാൻ കഴിയാതെ അഞ്ജലി കണ്ണുകൾ അടച്ചു. അടുത്ത നിമിഷം അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ പൂഴ്ത്തിയതും അഞ്ജലി പിടഞ്ഞുപോയി. അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു അവൾ. അവളുടെ കഴുത്താകെ ചുംബനം നിറച്ചുകൊണ്ട് അവൻ ഉയർന്ന അവളുടെ ചുണ്ടുകൾ നുകർന്നു. ശ്വാസഗതി വർദ്ധിച്ച് തളർച്ചയോടെ അഞ്ജലി തൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. അവനിൽ ആവേശം കയറി തുടങ്ങി. അവൻ്റെ പ്രണയത്തിൽ ലയിക്കാൻ അവളിലെ സ്ത്രീ ഉണരുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു. ശ്വാസം നിന്നു പോകുമെന്ന് തോന്നി അഞ്ജലി അവനെ സ്നേഹത്തോടെ അടർത്തി മാറ്റി. അകന്ന ശിവ വീണ്ടും അവളുടെ ചുണ്ടിൽ തന്നെ ചുംബിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ വിരലുകൾ അവളിൽ നഗ്നതയെ തേടി അലയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ടോപ്പിനുള്ളിലൂടെ പലവട്ടം അവൻ്റെ വിരലുകൾ കുസൃതി കാണിച്ചു. അവളുടെ സ്നേഹം നിറഞ്ഞ എതിർപ്പുകൾ വകവയ്ക്കാതെ അവളെ സ്വന്തമാക്കാൻ കൊതിക്കുന്ന മനസ്സോടെ ശിവ അവളെ ചുംബിച്ചുണർത്തിക്കൊണ്ടേയിരുന്നു. അവൻ അവൾക്ക് നേരെ മുഖം കൊണ്ടുവന്നു. അവളുടെ പിൻകഴുത്തിലൂടെ കൈകിട്ട് മുഖം അവനിലേക്ക് അടുപ്പിച്ചു. നിന്റെ റൗഡിയുടെ തെമ്മാടിത്തരം താങ്ങുമോടി നീ? അഞ്ജലി പതിയെ ചിരിച്ചുകൊണ്ട് ഉയർന്നു വന്നു. അവൻ്റെ ചുണ്ടിൽ ചുണ്ടമർത്തി.
അവൻ അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി. ശിവ താഴ്ന്നു വന്ന് അവൻ്റെ ടോപ്പ് ഉയർത്തി. അവളുടെ വയറിൽ മുഖം അമർത്തി. അഞ്ജലി ഒന്ന് ഉയർന്നു പൊങ്ങി. അവൻ്റെ പ്രണയം ചുംബനമായി അവളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. ലജ്ജയും നാണവും കൊണ്ട് അഞ്ജലി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഉള്ളിലെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവൻ അവളിൽ പടർന്നു കയറാൻ തുടങ്ങി. ചെറുനോവോടെ തൻ്റെ പ്രണയം തന്നെ സ്വന്തമാക്കിയതിൽ അഞ്ജലിയുടെ മിഴികൾ നിറഞ്ഞു. കണ്ണീർ ചെന്നിയിലൂടെ ഒലിച്ചിറങ്ങി. വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ അവ ഒപ്പിയെടുത്തുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി. അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിൽ കിടത്തി. തൻ്റെ റൗഡിക്ക് സ്വന്തമായ സന്തോഷത്തോടെ പ്രണയത്തോടെ അഞ്ജലി അവനിൽ പറ്റിച്ചേർന്ന് കിടന്നു. എന്നോട് പിണങ്ങല്ലേട്ടോ, എനിക്ക് സങ്കടമാവും. നിന്റെ സങ്കടവും സന്തോഷവും ദേഷ്യവുമെല്ലാം എനിക്ക് മാത്രം സ്വന്തമാണ്. അതിനെല്ലാം കാരണക്കാരൻ ഞാൻ മാത്രമായിരിക്കണം. എനിക്ക് നോവിക്കാനും പിണങ്ങാനുമുള്ളതാണ് നീ. എൻ്റെ എല്ലാം നിന്നിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് നീ എന്നെ സഹിച്ചേ പറ്റൂ. അഞ്ജലി ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ മുത്തി. അവളുടെ ചുവപ്പ് പടർന്ന നെറ്റിയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് ശിവ കിടന്നു. എന്താ എൻ്റെ റൗഡിയുടെ പ്ലാന്? ഇപ്പോൾ ഒരു പ്ലാനേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് ശിവ അവളെ തിരിച്ചു ഇടത്തി അവളുടെ മുകളിൽ കിടന്നു. അഞ്ജലി കണ്ണു മിഴിച്ച് എന്താ എന്ന ഭാവത്തിൽ നോക്കി. ശിവ പതിയെ താഴ്ന്ന് അവളുടെ കാതിൽ ചുണ്ട് ചേർത്തു. അവൻ്റെ താടിയൊത്തി അവൾ ഇക്കിളിയായി. പ്ലീസ് ഒന്നൂടെ. അവളുടെ അനുവാദം പോലും കാക്കാതെ അവൻ അവളിലേക്ക് വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങി. അവൻ്റെ പ്രണയാഗ്നിയിൽ ഉരുകി ഒലിച്ചുകൊണ്ട് അഞ്ജലിയും